ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ നമുക്ക് ശ്രമിക്കാം. തല നേരെ നിൽക്കുന്നുണ്ടാവില്ല, 100 കൂട്ടം പ്രശ്നങ്ങൾ കാണും. നമുക്ക് ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത പിടപ്പിക്കുന്ന പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഏകാഗ്രതയോടെ കർത്താവിനെ അറിയാൻ നമുക്ക് ശ്രമിക്കാം. തിക്കുമുട്ടലുകളുടെയും ഭാരങ്ങളുടെയും ഇടയ്ക്ക് നീ പെട്ടുപോകുമ്പോഴും ഉള്ളുകൊണ്ടൊന്ന് ശാന്തമായി കർത്താവിനെ അറിയാൻ ശ്രമിക്കാം. കർത്താവിൻ്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഈ ഇരുട്ടിന് ശേഷം, ഈ ഭാരത്തിന് ശേഷം, ഈ കുഴാമറിച്ചിലുകൾക്ക് ശേഷം, രാത്രിക്ക് ശേഷം പ്രഭാതം വരുന്നത് പോലെ നിന്റെ മുമ്പിൽ ഒരു ദൈവസാന്നിധ്യം വരും. നീ ഒറ്റ കാര്യം ചെയ്യുക. നിന്നെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വലിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു നിമിഷം ഏകാഗ്രതയോടെ കർത്താവിനെ അറിയാനുള്ള നിന്റെ ശ്രമത്തിന് ദൈവം സമ്മാനം തരുന്നത് 100 കൈ നീട്ടിയാണ്. നീ ഒറ്റയ്ക്കല്ല, നീ നഷ്ടപ്പെട്ടു പോവുകയുമില്ല. ഈ കുഴാമറിച്ചിലും പ്രശ്നങ്ങളും ഭാരവും കെണികൾക്കുമെല്ലാം അപ്പുറത്തൊരു പ്രഭാതമുണ്ട്. ആ പ്രഭാതം ഉറപ്പുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ പ്രഭാതമാണ്. നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ഈ വചനം പ്രത്യാശയോടെ ആത്മാവിൽ ഉരുവിടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹോസിയ 6:3 തണലും തളിരുമായി തീരട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പരിചയപ്പെടുത്തട്ടെ. കേരളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയമായ ദൈവിക ധ്യാനം, സീനിയർ സിറ്റിസൺ ധ്യാനം, ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ജനിച്ച് ഇന്ന് കേരളത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസവും സമാധാനവുമായ ധ്യാനം ഈ മാസം 16, 17, 18, 19 തീയതികളിൽ നിങ്ങൾക്ക് ഏതാനും സീറ്റുകൾ കൂടി ഈ ധ്യാനത്തിൽ ബാക്കിയുണ്ട്. ഇനി ആഗ്രഹമുള്ളവർക്ക് ജൂൺ മാസം മുതൽ എല്ലാ മാസവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രത്തിൽ, ഷഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും സീനിയർ സിറ്റിസൺസ് ധ്യാനമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഈ സുവർണ അവസരം കൊടുക്കണം, അവരെ കൊണ്ടുവരണം. നമുക്ക് ഒരുമിച്ച് അവരോടൊപ്പം പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ധ്യാനം. ഈ ധ്യാനം നഷ്ടപ്പെടുത്തരുത്. ആമേൻ, ആമേൻ.